സർ, നമുക്കറിയാം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നയിച്ച കേന്ദ്ര പ്രതിനിധി സംഘം വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കണ്ടു. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തു. 2025 മാർപ്പാപ്പ ഭാരതത്തിലെത്തിയേക്കുമെന്നുള്ളത്. ഈ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ കുറിച്ച് എടുത്തു പറഞ്ഞാൽ അതിൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ചില മാധ്യമങ്ങളും ഒഴിവാക്കപ്പെട്ടു. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ കാരണം എന്താണ്? അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി സംഘം ഇപ്രാവശ്യം ദേശീയവാദികളായ ക്രിസ്ത്യാനികളും ദേശീയവാദികളുമാണ് ഉണ്ടായിരുന്നത്. അതില് കേരളത്തിലെ ദേശീയവാദ ക്രിസ്ത്യാനിയിലെ ഏറ്റവും മുൻപനാണ് ശ്രീമാൻ ജോർജ് കുര്യൻ സാറ്, മിനിസ്റ്റർ. അദ്ദേഹം ഉത്തമനായ ദേശീയവാദിയാണ്. അദ്ദേഹം തന്നെയാണ് ആ സംഘത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയാണ്. അതിൽ കേരള കോൺഗ്രസ്സുകാരെ ഒഴിവാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ഓരോ പരിപാടിക്കൊക്കെ പോകുന്നത് പട്ടി ഇറച്ചിക്കടയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന പോലെ ഉള്ളൂ. കേരള കോൺഗ്രസിനെ കൊണ്ടുപോകാത്തതിനെ സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 10 കഷ്ണമുണ്ട്. ഈ 10 എണ്ണവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമാണ്. അവര് കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന എല്ലാ ബില്ലിനെയും എതിർത്തോണ്ടിരുന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ. CAA-NRC ആയിക്കോട്ടെ, അഗ്നിവീർ ആയിക്കോട്ടെ, വന്ദേ ഭാരത് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കർഷക ബില്ലായിക്കോട്ടെ, എല്ലാ ബില്ലിനെ എതിർക്കുകയും ഇന്ത്യയെയും ഭാരതമാതാവിനെയും ഇവിടുത്തെ ഹിന്ദുസ്ഥാനെയും തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് കേരള കോൺഗ്രസ്സുകാർ. കാഴ്ചയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാ തുരപ്പമണിയുടെ ആശാന്മാരാണ്. നിങ്ങൾ കഴിഞ്ഞ 60 വർഷത്തെ കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഈ അടുത്ത വർഷം 60 വയസ്സാവും അവർക്ക്, പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ദേശീയതയോടെ കേരള കോൺഗ്രസ് നിന്നിട്ടില്ല. പക്ഷേ കേന്ദ്രത്തില് തേർഡ് ഫ്രണ്ടിനോ BJPക്കോ ഒക്കെ ഭരണം കിട്ടുമ്പോൾ സൂത്രത്തിൽ ആനുകൂല്യങ്ങൾ പറ്റാനും ബോർഡും കോർപ്പറേഷനും വാങ്ങിച്ചെടുക്കാനും ഫോറിൻ ടൂർ തരപ്പെടുത്താനും ഒക്കെ കേരള കോൺഗ്രസ് സൂത്രത്തിൽ ഒരു നാണോ ഇല്ലാതെ പോവുകയും ചെയ്യുമായിരുന്നു. ഇപ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നടപടിയെടുത്തു. ഈ വളരും തോറും വളരുകയും ചെയ്യുന്ന ഈ നശിച്ച പ്രസ്ഥാനം വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. ദേശീയവാദികളായ ക്രിസ്ത്യാനികളെ ശ്രീമാൻ അനിൽ ആന്റണി, അനൂപ് ആന്റണി, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംഘത്തിൽ ഉൾപ്പെടുത്തി ജോർജ് കുര്യൻ സാർ അതിന്റെ ലീഡറായിട്ട് മുന്നിൽ നിന്നു. അപ്പൊ അത് വലിയൊരു മാറ്റമാണ്. കാരണം കേരളത്തില് ഒരു ബ്രോക്കറുടെ ആവശ്യം BJPക്കോ കേന്ദ്ര ഗവൺമെന്റിനോ ഇല്ല. ക്രിസ്ത്യാനികൾ നേരിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങി. BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. അത് തൃശ്ശൂർ തെളിയിച്ചു. ഇനി മറ്റു പല ഇലക്ഷനിലും അത് മുന്നോട്ട് വരികയും ചെയ്യും. ഈ കഴിഞ്ഞ ഇപ്പൊ BJP തോറ്റുപോയെങ്കിലും പാലക്കാടും വയനാട്ടിലും ക്രിസ്ത്യൻ പള്ളികൾ ഇരുന്ന വാർഡുകളിൽ BJPക്ക് വോട്ട് കൂടി. അപ്പൊ ഇനി ഒരു ബ്രോക്കറുടെ ആവശ്യമില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജിഹാദി അടിമയായിട്ടുള്ള പാർട്ടികളുടെ ബ്രോക്കറിങ് ഇനി BJPക്ക് ആവശ്യമില്ല. ഇനി ഫ്യൂച്ചറിൽ വരുന്ന, അതായത് ക്രിസ്ത്യാനികളുമായിട്ടുള്ള എല്ലാ നെഗോസിയേഷൻസിലും കാര്യങ്ങളിലും പ്രോ ഗവൺമെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ആയിട്ടുള്ള കാസയോ, ക്രോസോ, DCFO, KCBFO അങ്ങനെ അനേകം സംഘടനകൾ ദേശീയ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ സംഘടനകൾ ഇഷ്ടം പോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരായിരിക്കും ഇനി കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കേന്ദ്രത്തിനോട് സഹകരിക്കുകയും BJPയോട് സഹകരിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ഇന്ത്യ അലയൻസ്, പപ്പൂക്കാന്, ലീഗ്, SDPI, PFI ഇവരുടെ കൂടെ നടക്കുന്ന കേരള കോൺഗ്രസ്സുകാർക്ക് ഇനി കില്ലപ്പട്ടിയുടെ വിലയെ കേന്ദ്രം കൊടുക്കത്തുള്ളൂ. കേരള കോൺഗ്രസ്സുകാർക്ക് ഇനി കില്ലപ്പട്ടിയുടെ വിലയെ കേന്ദ്രം കൊടുക്കത്തുള്ളൂ. കാരണം അത് തീർന്നു, അത് റോട്ടനായി. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യുകയും കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് പണയം വെക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള മീഡിയ ഉണ്ട്. മനോരമ, ദീപിക, മംഗളം, അങ്ങനെയൊക്കെ അനേകം ക്രിസ്ത്യൻ മീഡിയകളുണ്ട്. ഇവരൊരിക്കലും ദേശീയവാദത്തിന്റെ കൂടെ നിലയുറപ്പിച്ചിട്ടില്ല. ഇവരെല്ലാം ലീഗിനെ വെള്ളപൂശാനും PFIയെ വെള്ളപൂശാനും CAA-NRC എതിർക്കാനും ഈവൻ ഇന്ത്യൻ സൈന്യത്തെ പോലും എതിർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ, അതുപോലെ സർജിക്കൽ സ്ട്രൈക്കിനെ അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ആൾക്കാരെ അകറ്റി നിർത്താൻ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം. ദേശീയവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് BJPയിലും മൈനോറിറ്റി മോർച്ചയിലും മറ്റ് ക്രിസ്തീയ ദേശീയവാദ സംഘടനകളിലും കൂടുതൽ അവസരം കൊടുക്കും. അവർക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള അവസരങ്ങൾ കൂടുതൽ കൊടുക്കും, ലോക്കൽ ആയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും. ഒരു കാരണവശാലും ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ശക്തികൾ, അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആണെങ്കിലും അവരെ ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി സംഘത്തിൽ ഇനി കൂട്ടും എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ സ്വന്തം ടിക്കറ്റ് മുടക്കി സ്വന്തം പരിപാടിയിൽ തന്നെ പോയാൽ മതി. കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യത്തിൽ ഇനി ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് ഒരു സ്ഥാനവുമില്ല. അതായത് ഒരേ സമയത്ത് അവര് കേരളത്തില് ഭാരതമാതാവിനെ എതിർക്കുകയും എന്നാൽ ഭാരതമാതാവിന്റെ ഏതെങ്കിലും പ്രതിനിധി സംഘം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഓടിപ്പോയി കൂടി നിൽക്കുകയും ചെയ്യുന്ന ആ പണി ഇനി നടക്കത്തില്ല.
അല്ല, അക്കാര്യത്തിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇവിടുന്ന് ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള പ്രമുഖൻ. അദ്ദേഹം അവിടെ പോയിരുന്നു. ഈ ഒരു ചടങ്ങ്, കേരളത്തിന് ഒരു കർദിനാളിനെ കിട്ടുന്ന ചടങ്ങില് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും BJP ആൾക്കാരും അവിടെ പോവുകയും സംബന്ധിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം കേരള കോൺഗ്രസ് ഇല്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ്. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകുന്നുണ്ട്, അത് എല്ലാ ലെവലിലും ഉണ്ടാകുന്നുണ്ട്. അതിൽ കേരള കോൺഗ്രസിന്റെ ആവശ്യമില്ല. കാരണം കേരള കോൺഗ്രസ് ലീഗിന്റെയും SDPIയുടെയും ചാരന്മാരാണ്, ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാണ്. അവർ ഭാരതമാതാവിനെ ഒരു രീതിയിലും പിന്തുണയ്ക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ആ ഒരു കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറും എന്നുള്ളതിന്റെ സൂചനയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന് ഇനി ആരെങ്കിലും ദേശീയവാദ ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവർക്ക് കേരള കോൺഗ്രസ് വിട്ട് ദേശീയവാദത്തിലേക്ക് വരാനുള്ള കറക്റ്റ് സമയമാണ്. ഇനി കേരള കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു കാര്യവും ഇല്ല. കേരള കോൺഗ്രസിന്റെ പണി കഴിഞ്ഞു. ഇനി ദേശീയവാദത്തിലേക്ക് വരിക, ദേശീയവാദിയാകുക എന്നുള്ള ഒരു ഇതിലേക്ക് കേരള കോൺഗ്രസിൽ നിർഭാഗ്യവശാൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്ദേശമാണിത്. കേരള കോൺഗ്രസിന് ഇനി ഈ ഒരു രാഷ്ട്രീയത്തിലും ഒരു പ്രസക്തിയില്ല. ആ പരിപാടി തീർന്നു. കാരണം അവരെല്ലാം വക്കഫായി. ഈ വക്കഫ് സമരം വന്നതോടെ കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പും വക്കഫായി പോയി. 10 ഗ്രൂപ്പും കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പും ജിഹാദിയും വക്കഫിന്റെയും കൂടെ ആയിരുന്നു എന്നുള്ളത് ഈ വക്കഫ് സമരം വന്നതോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞു. 80-20 വിഷയത്തിലും കേരള കോൺഗ്രസ് എല്ലാ കേന്ദ്ര ആനുകൂല്യങ്ങളും ജിഹാദിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിന്നത്. കേരള ഹൈക്കോടതി വിധിച്ചിട്ട് പോലും കേരള ഹൈക്കോടതിയെ പിന്തുണയ്ക്കാനോ ആ വിധിയെ പിന്തുണയ്ക്കാനോ കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പും തയ്യാറായില്ല. ഓർത്തോണം, കേന്ദ്ര ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം അനുസരിച്ചാണ് കേരള ഹൈക്കോടതി സ്കോളർഷിപ്പുകൾ 60-40 എന്നും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ടും അത് നടപ്പിലായിട്ടില്ല. കേരള കോൺഗ്രസ് അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വഖഫ് എന്ന് പറയുന്ന കള്ള പരിപാടിയുടെ കൂടെയാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകാർ. ഇപ്പോഴും വഖഫിനെ എതിർക്കാൻ തയ്യാറായിട്ടില്ല, വഖഫിനെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസും അവരുടെ കുടുംബാംഗങ്ങളും വഖഫായിരിക്കുന്നു. ഇത് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയിരിക്കുന്നു, മാർപ്പാപ്പായും മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഇപ്പൊ സഭയിലില്ല. കേരള കോൺഗ്രസ്സുകാര് മതം മാറി വഖഫിൽ ചേർന്നു, അവരിവിടെ ഇല്ല എന്ന കാര്യം മാർപ്പാപ്പയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ അകത്തെ കാര്യം. നേരത്തെ പറഞ്ഞല്ലേ, ഈ എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഈ 2 വളത്തിലും കാലിട്ടുള്ള പരിപാടി ഇനി നടപ്പില്ല എന്നുള്ളത്. 10 ഗ്രൂപ്പുകൾ അങ്ങനെയും പല പല വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി ഇനി നടക്കില്ല എന്നുള്ളത്. ദേശീയവാദികൾക്ക് വേണമെങ്കിൽ ദേശീയവാദത്തിലേക്ക് വരാമെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഒരു വിഭാഗം ജിഹാദികൾ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന ഒരു വിഭാഗം കാസയൊക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ട് കേരള കോൺഗ്രസ് വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അതെന്താണ്? അല്ല, അതെന്താന്ന് ചോദിച്ചാല് ഈ മാണി ഗ്രൂപ്പിലും ജോസഫ് ഗ്രൂപ്പിലും അടക്കമുള്ള എല്ലാ കേരള കോൺഗ്രസിലും കഴിഞ്ഞ 30 വർഷം കൊണ്ട് ജിഹാദികൾ ലോക്കൽ ലെവലിൽ നുഴഞ്ഞു കയറി. ആദ്യം പഞ്ചായത്ത് ലെവല്, മണ്ഡലം ലെവല്, ജില്ലാ ലെവല്, അങ്ങനെ പല രീതിയിൽ അവര് നുഴഞ്ഞു കയറി. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അവർക്ക് ബോർഡും കോർപ്പറേഷനും ഒക്കെ കേരള കോൺഗ്രസിന് കിട്ടുന്ന 1-2 നക്കാപ്പിച്ച സീറ്റോ അല്ലെങ്കിൽ ബോർഡോ കോർപ്പറേഷനോ ഉള്ളത് ഏതെങ്കിലും കുഞ്ഞാടിന് അവിടെ കയറിയിരിക്കാനുള്ള സംവിധാനമാണ്. ആ കുഞ്ഞാടിന് കിട്ടുന്നത് പോലും വക്കഫാക്കിക്കൊണ്ട് ജിഹാദികൾ ബോർഡും കോർപ്പറേഷനും സ്ഥാനമാനങ്ങളും കേരള കോൺഗ്രസിന്റെ ഷെയറും കൂടെ വാങ്ങിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അത് എന്ത് ആനുകൂല്യമാണെങ്കിലും, അതായത് കേരള കോൺഗ്രസ് ലീഗിനും SDPIക്കും കിട്ടുന്ന ഷെയറിന് പുറമെ കേരള കോൺഗ്രസിന് കിട്ടുന്ന ഷെയറിലും കൂടെ ജിഹാദി കൈവെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ചില ഡീലുകളായിരുന്നു. അതായത് കേരള കോൺഗ്രസിന്റെ ചില പാർട്ടി പദവികളും ബോർഡും കോർപ്പറേഷനും ഒക്കെ അലോട്ട്മെന്റ് വരുമ്പം പല മഹല്ല് കമ്മിറ്റികളും കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ലെറ്റർ കൊടുക്കും. അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. അങ്ങനെ പലർക്കും പലതും കിട്ടി. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മൊത്തം വിഴുങ്ങാൻ വേണ്ടി ജിഹാദികൾ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ എവിടെയോ ആശയക്കുഴപ്പം ഉണ്ടായപ്പോൾ ഇവര് പലരും പറയുന്നത് കേരള കോൺഗ്രസ് കാസയുടെ ലൈനിൽ പോകുന്നു എന്നൊരു ആക്ഷേപം ജിഹാദികൾ ഉന്നയിച്ചു. കേരള കോൺഗ്രസും കാസയായിട്ടൊന്നും ഒരു ബന്ധവും, ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അതൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനോ ആയിട്ട് ഇതുവരെ വന്നു. അവർ പ്രവാദികളായിട്ടുള്ള BJPയുടെ കൂടെയോ അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയോ ദേശീയവാദികളായിട്ട് നിലയുറപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊത്തി മുറത്തിക്കേറി കൊത്താതട മകനെ ഭീമസേന എന്ന് പറഞ്ഞ പോലെ ഈ SDPIക്കാരും PFIക്കാരും ഒക്കെ കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറി അത് മൊത്തം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് CPM-ന്ന് അൻവർ ജിഹാദി പുറത്തു പോയ പോലെ തന്നെയാണ് മാണി ഗ്രൂപ്പിൽ നിന്നും മറ്റു കേരള കോൺഗ്രസ് ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ഇപ്പൊ 1-2 ജിഹാദികൾ പുറത്ത് ചാടിയിരിക്കുന്നത്. ഇവര് വലിയ സെക്കുലറിസം ഒക്കെ പറഞ്ഞായിരുന്നു കേരള കോൺഗ്രസിലോട്ട് വന്നത്. ജിഹാദി വന്നത് ഭയങ്കര ആർഭാടമായിട്ടായിരുന്നു, ഭയങ്കര സെക്കുലറിസം, മാനവികത പരിപാടിയൊക്കെ. പക്ഷെ ഇത്ര കഴിഞ്ഞു കഴിഞ്ഞപ്പം
ആ പച്ച അണ്ടർവെയർ വീണ്ടും പുറത്തു കണ്ടു. പക്ക ജിഹാദി അജണ്ടകളൊക്കെ പുറത്തോട്ട് വന്നു. എല്ലാ ജിഹാദി അജണ്ടകളും പുറത്തോട്ട് വന്നു. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചാടേണ്ടി വന്നു. പക്ഷെ പഴി ആർക്കാ? കാസയ്ക്ക്. കാസ ഇത് അറിയുന്ന പോലുമില്ല. കാസ പോലും അറിയാത്ത കാര്യത്തിലാണ് കാസയെ പഴി പറയുന്നത്. അപ്പൊ ഇതില് ഈ കേരള കോൺഗ്രസിലെ അണികൾക്ക്, നേതാക്കന്മാർക്ക് കാര്യം മനസ്സിലാകത്തില്ല. നേതാക്കന്മാര് കൺവേർട്ടായി ജിഹാദികളുടെ അടിമയായി പോയി, വക്കഫായി പോയി. കേരള കോൺഗ്രസിന്റെ അണികളോട്, അന്ധമായിട്ട് കേരള കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അണികളോട് പറയാനുള്ളത്, നിങ്ങളെ കുഞ്ഞാടുകളെ, നിങ്ങളെ നിങ്ങളുടെ നേതാക്കന്മാരെ ഇറച്ചി വിലയ്ക്ക് വിറ്റു. അതുകൊണ്ട് ഇനി കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് ഒരു കാര്യവും ഇല്ല. നിങ്ങളും വക്കഫായി പോവും, നിങ്ങളുടെ കുടുംബം വക്കഫായി പോവും, നിങ്ങളുടെ സ്ഥലവും പെമ്മക്കളും എല്ലാം വക്കഫായി പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരള കോൺഗ്രസിൽ നിന്നും രക്ഷപ്പെട്ട് ദേശീയവാദത്തിലേക്ക് വരിക. അത് മനസ്സുകൊണ്ടും കുടുംബം കൊണ്ടും സാമൂഹികമായും മതപരമായും എല്ലാ രീതിയിലും ദേശീയവാദത്തിലേക്ക് വരിക. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് അനുസൃതമായിട്ട് നീങ്ങുക. കാരണം കേരള കോൺഗ്രസ് അധികം താമസിയാതെ കുടുംബം അടക്കം, കേരള കോൺഗ്രസ്സുകാർ കുടുംബം അടക്കം ലീഗിലോ SDPIയിലോ ഒക്കെ ലയിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യ അലയൻസിൽ ലയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അനാഥരാകും. ഇതിപ്പം ഒരു മറുപടി പോലും ഈ ജിഹാദികൾ ഇത്രയും അഭ്യാസം കാണിച്ച് മാണി ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ജോസ് കെ മാണിയുടെ വകയോ പാർട്ടിയുടെ വകയോ ഒരു മറുപടി പോലും ഇല്ല. ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു നിഷേധക്കുറിപ്പ് പോലും ഇല്ല, ഒരു പത്രസമ്മേളനം ഇല്ല. ഇവരൊക്കെ പേടിച്ചാ കഴിയുന്നത്. കേരള കോൺഗ്രസ്സുകാരൊക്കെ ജിഹാദികളെ പേടിച്ചാണ് കഴിയുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു രാജ്യത്താന്ന് വിചാരിക്കണം. എനിക്ക് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരും അണികളോടും ഒക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പേടിച്ച് ജീവിക്കുന്നത്? ഒരു നിഷേധക്കുറിപ്പെങ്കിലും ഇറക്കടേ, ഒരു നിഷേധക്കുറിപ്പേലും ഇറക്കുക. ഈ ജിഹാദികൾ അവിടെ കയറി ഇരുന്ന് എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് അവർ പുറത്തു പോകേണ്ടി വന്നത്? അത് ഞാൻ പറയല്ല ചെയ്യേണ്ടത്, അവരാണ് പറയേണ്ടത്. ഈ ജിഹാദി ഇവിടെ കയറി എന്താണ് ശ്രമിച്ചത്? എന്തുകൊണ്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു? ഏത് വിഷയത്തിലാണ് തർക്കം ഉണ്ടായത്? മാത്രമല്ല, ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് എല്ലാ കേരള കോൺഗ്രസിന്റെ എല്ലാ ഓഫീസിലും രഹസ്യമായിട്ട് നിസ്കാരമുറി ഉണ്ടായിരുന്നു. അറിയോ? കേരള കോൺഗ്രസ് അവിടെ കൊന്ത ചെല്ലുവോ, നന്മറിഞ്ഞറിയും ചെല്ലുവോ, സ്വർഗസ്നാപിതാവെ ചെല്ലുവോ, ക്രിസ്ത്യൻ പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നു അവിടെ. കേരള കോൺഗ്രസിൽ ജിഹാദികളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ കോളേജുകളിലും സ്കൂളുകളിലും ഉണ്ടാക്കിയ പോലെ നിസ്കാരമുറികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇതെല്ലാം ഇപ്പൊ ആൾക്കാർ ഇപ്പോഴാണ് പുറത്തു കൊണ്ടിരുന്നത്. എന്തിനാണ് ഇവരെ വിളിച്ചു കയറ്റി ഇവർക്ക് നിസ്കാരമുറിയും പരിപാടി? ഇപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഓഫീസും വക്കഫായി. ഈ 2 വർഷത്തിൽ കൂടുതൽ നിസ്കരിച്ച വക്കഫാവും. അങ്ങനെ കേരള കോൺഗ്രസിന്റെ എല്ലാ ഓഫീസും വക്കഫായി. പക്ഷെ കേരള കോൺഗ്രസ് സത്യം പറയുന്നില്ല. കാരണം പറഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാവും. എന്താണേലും ഇതിനകത്ത് BJPയും കേന്ദ്ര ഗവൺമെന്റും എടുത്തിരിക്കുന്ന നയം വളരെ കൃത്യമായിട്ട് BJPയുടെ കൂടെ നിൽക്കുന്ന, ഭാരതമാതാവിന്റെ കൂടെ നിൽക്കുന്ന, ഹിന്ദുസ്ഥാന്റെ കൂടെ നിൽക്കുന്ന ദേശീയവാദികളായ ക്രിസ്ത്യാനികൾക്കാണ് അവസരങ്ങൾ കൊടുക്കേണ്ടത്. അവരെ കൊണ്ടാണ് ഈ രാജ്യം വളരേണ്ടതെന്നുള്ള ആ തീരുമാനം. അവരാണ് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതാണ് ശ്രീ ജോർജ് കുര്യൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ടീമിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും, രാജീവ് ചന്ദ്രശേഖർജിയെയും അനിൽ ആന്റണിയെയും അനൂപ് ആന്റണിയെയും അങ്ങനെ ആ കൂടെ പോയ, ഞാൻ പേര് വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും ചേർത്ത് അഭിനന്ദിക്കുന്നു. അവര് കൃത്യമായിട്ട് ആ പരിപാടികളെല്ലാം പോയി കൂടിയതിൽ അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന് ദൈവാനുഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും. ഈ കൃത്യമായ തീരുമാനം. കാരണം പകല് ജിഹാദികളുടെ കൂടെ നടന്നിട്ട് രാത്രിയിൽ ബെനിഫിറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇനി ഒരു കേരള കോൺഗ്രസ്സുകാരനും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ജിഹാദികളുടെ കൂടെ നടക്കുന്നെങ്കിൽ ജിഹാദിയായിട്ട് വക്കഫായിട്ട് നടന്നു. വേറെ ആമ്പിള്ളേരുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാനുള്ളവർ, അവരത് ചെയ്തോളും. അതാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. പുതിയ കർദിനാളിന് എല്ലാ ആശംസയും പിന്തുണയും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ. കേരളത്തില് വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്ന നടപടികളാണ് വരുന്നത്. കാരണം വോട്ട് ചെയ്യുന്നവർക്കാണ് ബെനിഫിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ദേശീയവാദത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെയാണ് ബെനിഫിറ്റുകൾ കിട്ടേണ്ടത്. പോസ്റ്റുകളോ അത് പദവികളോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ലോങ് ടൈം ലോയൽറ്റിയോടെ ഇന്ത്യയുടെ കൂടെ, ഭാരതത്തിന്റെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളെ ഈ രാജ്യം അംഗീകരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. കേരള കോൺഗ്രസിന് ഇനി ആവശ്യമില്ല, ഭാരതത്തിന് ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.